പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാല, ചങ്ങനാശ്ശേരി, ഗോ ബാക്ക്. എനിക്കിഷ്ടപ്പെട്ടൊരു കമൻറ്റ് വന്നു. ഭരതന്മാരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിവിടെ നോക്കിക്കോളാം. താങ്ക് യു. ഞങ്ങളെല്ലാവരും പോകാൻ പോവുക. പാലക്കാരും കോതമംഗലത്തുകാരും ചങ്ങനാശ്ശേരിക്കാരും കോട്ടയത്തുകാരും ഒക്കെ എല്ലാം ഇവിടുന്ന് പോകാൻ പോവുക. എന്നിട്ട് ഞങ്ങൾ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഒരു കുഴപ്പം കൂടി സംഭവിക്കും. ഭരതന്മാരെ എല്ലാം പുറത്താക്കി വരുമ്പോൾ ആദ്യം യേശുക്രിസ്തു പുറത്താവും. പുള്ളി രാജ്യക്കാരൻ പോലുമല്ല, പുറത്താവും. തോമാസ് ലീഗ പുറത്താവും. അങ്ങനെ ഭരതന്മാരെ എല്ലാം പുറത്താക്കി കഴിയുമ്പം ദൈവം പോകുമ്പോൾ ദൈവ സാന്നിധ്യവും പോകുമല്ലോ. അപ്പോൾ യേശുക്രിസ്തു പോകുമ്പം യേശുക്രിസ്തുവിനെ അയച്ച പിതാവ് പോവും. പിതാവും പുത്രനും പോകുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കത്തില്ല. ഈശോ നിൽക്കാത്തിടത്ത് പരിശുദ്ധി അമ്മ നിൽക്കത്തില്ല. ഇവരാരും ഇല്ലാത്തിടത്ത് ഒരു ദൈവിക സംരക്ഷണവും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഭരതന്മാരായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയയപ്പൊന്നും വേണ്ട, ഞങ്ങളങ്ങ് പൊക്കോളാം. നമ്മുടെ പാവം പിടിച്ച അച്ഛന് യാത്രയയപ്പ് കൊടുത്ത കണക്ക് പടലൊക്കെ പിടിച്ച് തള്ളുകയും ചീത്ത പറയുകയും കുപ്പായത്തോടു കൂടി ബലിവേദിയിൽ നിന്ന് പിടിച്ചിറക്കിയ കണക്കൊക്കെ പോകുന്നതിനേക്കാൾ ഭേദം നേരത്തെ നടന്നങ്ങ് പോകുന്നല്ലേ. താങ്ക് യു. ആ കമൻ്റ് ഇട്ട പ്രിയപ്പെട്ട സഹോദരന് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കട്ടെ. നിനക്കൊന്നും മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യതയില്ല, തമ്പുരാൻ്റെ കൂടെ നിൽക്കാനുമുള്ള യോഗ്യതയില്ല. നീയൊക്കെ പറഞ്ഞു വെക്കുന്ന കാണിച്ചു കൂട്ടുന്ന തിന്മ, നിൻ്റെ മക്കൾ നിന്നെ അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും? അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മിണ്ടാതിരിക്കുന്ന വിശ്വാസികളെല്ലാം മണ്ടന്മാരാണ്, പൊട്ടന്മാരാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാർപ്പാപ്പയും തള്ളിപ്പറയാമല്ലോ. ഭരതനല്ലേ, അദ്ദേഹം പറഞ്ഞാൽ എന്നാ കേൾക്കാനാ? എൻ്റെ പൊന്നുമോനെ, വരാത്തതായി ആരുമില്ല, എല്ലാവരും വന്നവരാ. രണ്ടാമത് ഇവിടെ സ്ഥിരതാമസം ഇല്ല എന്നാണ്. അത് ബൈബിൾ വായിച്ചു നോക്കണം. ബൈബിൾ വായിച്ചാലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. 70-80 വർഷമാണ് ഇവിടെ. അക്കാലം അത്രയും ദുരിതവും കഷ്ടതയും ഇവിടുന്ന് അവയെല്ലാം തീർന്ന് കടന്നു പോകുന്ന സങ്കീർത്തകൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അവൻ ബൈബിൾ അറിയത്തില്ല, ദൈവിക ബോധവുമില്ല, ബോധ്യവുമില്ല, മനുഷ്യത്വമില്ല. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കുറേ കാശുണ്ട്, കുറേ മുതലുണ്ട്, ആശുപത്രിയുണ്ട്, ഞങ്ങൾക്ക് സ്കൂൾ, കോളേജ്, പിന്നെ ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കാൻ കുറേ അച്ഛന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇത് ചുട്ടും കരിച്ചും പൊരിച്ചും ഒക്കെ അങ്ങ് തിന്നോളാം, ഞങ്ങളെ നോക്കാൻ വരണ്ട. എടാ, നിൻ്റെയൊക്കെ ആത്മാവ് എവിടെ ചെല്ലുമെന്നാണ് വിചാരിച്ചേക്കുന്നത്? ചന്തയിലെ കച്ചവടം കഴിഞ്ഞ് ലാഭവും നഷ്ടവും എണ്ണുന്നതിനുള്ളതല്ലടാ ജീവിതം. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. അത് മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നന്മ ചെയ്ത് ജീവിച്ചു തീർക്കാനുള്ളതാണ് ജീവിതം. ഈ ബോധം നിൻ്റെ മണ്ടയിലില്ലല്ലോ. അതല്ലേ എൻ്റെ കാരണം. ഏത് പ്രദേശത്ത് ആരോട് ചേർന്ന് ജീവിക്കുന്നോ അവരുടെ വഴിക്ക് പോകാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊന്നും അല്ല. ഇത് കുർബാന പ്രശ്നമല്ലെന്ന് പണ്ടേ ഞങ്ങൾക്കറിയാം. സഭയുടെ മുതൽ കൈയിട്ട് വാരിയതും കട്ടെടുത്തതും തിന്നു മുടിച്ചതുമൊക്കെ. പിന്നെ ഇപ്പം ഞങ്ങൾ ആരെ അനുസരിക്കില്ല? അനുസരിക്കും, സംശയമൊന്നും വേണ്ട. ഞങ്ങൾ കാത്തിരിക്കുന്നത് പരാജയപ്പെടാനല്ല. നിനക്കറിയാമല്ലോ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ചില സംഭവങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതങ്ങനെ ബൈബിൾ വായിച്ചിട്ടില്ലല്ലോ. ജനത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു ഗോലിയാത്ത്. അപ്പോൾ അങ്ങനെ പട്ടാളം മുഴുവൻ പേടിച്ച് നിൽക്കുന്നു. രാജാവും പേടിച്ച് നിൽക്കുന്നു, രാജസേവകരും പേടിച്ച് നിൽക്കുന്നു. അവിടെ നരന്തു പോലൊരു ചെറുക്കൻ, അവൻ കയറി ചെന്നിട്ട് ഗോലിയാത്തിൻ്റെ വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തല വെട്ടിയെടുത്തുന്ന ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവിനെ വെല്ലുവിളിക്കുന്ന ഒരു ഏലിയായെ പറ്റി കേട്ടിട്ടുണ്ടോ?
എടാ, നരന്തുപോലൊരു മനുഷ്യൻ ചെന്നിട്ട് തൻ്റെ തല വെട്ടാൻ കഴിവുള്ളവനെയാണ് വെല്ലുവിളിക്കുന്നത്. കാരണം വെല്ലുവിളിക്കുന്നത് ദൈവനാമത്തിലാണ്. ഞാൻ പറയാതെ ഇനി മഴ പെയ്യില്ല, ഉറപ്പുണ്ടടാ. ഞങ്ങൾ ഈ അതിരൂപതയെ ശുദ്ധീകരിക്കും, ഉറപ്പ്. ഞങ്ങളെങ്ങും പോവില്ല. ഞങ്ങൾ ഉപ്പായിത്തീരും, ഞങ്ങൾ പ്രകാശമായിത്തീരും. ഓറകട്ട നീയൊക്കെ തന്നെ പുറത്തു പോകും. അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്കൊക്കെ നിൽക്കാം. ഞങ്ങളെ ഓടിക്കാൻ നിങ്ങളാരും നോക്കണ്ട. കാരണം ഞങ്ങളെ ദൈവമായി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഉപജീവനമാർഗം തേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിനോ വന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ മഹത്വം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ പോക്കറ്റിലെ കനമുള്ള കാശ് തന്നെയാണ് ഇവിടെയുള്ള ദേവാലയങ്ങളും പല സ്ഥാപനങ്ങളും നടത്തുന്നത് ഉണ്ടായത്. അല്ലാതെ ഇവിടുത്തെ ഈ നാട്ടിലുള്ള ഏതാനും പേരെ കുറ്റപ്പെടുത്തുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അതിന് സാമ്പത്തിക മുടക്കുള്ളൂ. ബാക്കിയെല്ലാം വന്നവൻ്റെ കാശാണ്. കാശിൻ്റെ കണക്കൊന്നുമില്ല. നിന്നെ ഒന്നും നരകത്തിൽ വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതിനുവേണ്ടി ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും പിടിപെടത്തില്ല. ഏതായാലും ദൈവസന്നിധിയിൽ കണ്ണുനീരോട് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തെ നാനാജാതി മതസ്ഥരോട് നിൻ്റെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഇടപെടും. ഞങ്ങളിത് വിജയിച്ചേ അവസാനിപ്പിക്കത്തുള്ളൂ. ഞങ്ങളിത് വിജയിച്ചേ അവസാനിപ്പിക്കത്തുള്ളൂ. കാരണം ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇനിയും വരത്തനാണ് വന്നവനൊക്കെ പോടാന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ വിവേകത്തോടെ ആകട്ടെ. നമുക്കൊരു പ്രതിപക്ഷ ബഹുമാനത്തോടെ ജീവിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അല്ലേ മഹത്വം. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പേടിപ്പിക്കാൻ ആരും ഒരുങ്ങണ്ട, പേടിക്കില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നല്ല ഉറപ്പുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും, ഉറപ്പ്. ഇല്ലെങ്കിലും നിൻ്റെ ഒന്നും കൂടെ വരില്ല. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അത് മാത്രമേ പറയാനുള്ളൂ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.